നെറ്റ്വർക്സിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ ഞാനും നിങ്ങളെ ഓരോ സിസ്റ്റംസും തമ്മിൽ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കൊരു ഒരു സോഴ്സ് ഉണ്ടാവും ആൻഡ് ദി ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത് എന്ന് ആണ് ഈ നെറ്റ്വർക്കിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് അതിന്റെ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് നെറ്റ്വർക്കിങ്ങിനെ 2 സ്റ്റാൻഡർഡൈസേഷൻ ആക്കിയിട്ടുണ്ട്. ഒന്ന് OSI റെഫറൻസ് ലെയർ വെച്ചിട്ടും അടുത്തതൊന്നാണ് TCP/IP റെഫറൻസ് ലെയർ വെച്ചിട്ടും. OSI റെഫറൻസ് ലെയർ. അപ്പൊ ഈ OSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? OSI എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഇത് കുറച്ച് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം എൻറ്റയർ സബ്ജക്റ്റുകളിൽ ഏറ്റവും വലിയ സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ. നിങ്ങൾ 1 മുതൽ 6 സെമസ്റ്റർ വരെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകൾ അല്ലെങ്കിൽ BCA പഠിച്ച ആളുകൾക്ക് അറിയാം, ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങൾ ഈ OSI റെഫറൻസ് ലെയർ വെച്ചിട്ടായിരുന്നു മൊത്തം എൻറ്റയർ സബ്ജക്റ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ OSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ അല്ലെ. ഇതൊരു 7 ലെയർ ആർക്കിടെക്ചർ ആണ് അല്ലെ. നിങ്ങൾക്ക് അറിയുന്നതാണ്, 7 ലെയർ ആണ് OSI റെഫറൻസ് ലെയറിൽ ഉണ്ടാവുക. അതായത് ദാറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ യൂസ് ഇറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദി നെറ്റ്വർക്ക്സ്. 7 ലെയർ. അപ്പൊ ഏതൊക്കെയാണ് ഈ 7 ലെയർ? ഓക്കെ, എങ്ങനെയാണ് ഈ 7 ലെയറിൽ വർക്ക് ചെയ്യുക? ഒരു സോഴ്സ് ഉണ്ട് ആൻഡ് വി ഹാവ് ഡെസ്റ്റിനേഷൻ അല്ലെ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ആണ് ഈ ഒരു ഡാറ്റയ്ക്ക് സംഭവിക്കുന്നത് എന്ന് ഈ ഒരു OSI റെഫറൻസ് ലെയറിലെ 7 ലെയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദീസ് ഡാറ്റാസ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അല്ലെ. അപ്പോ OSI റെഫറൻസ് ലെയർ 7 ലെയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഈ 7 ലെയേഴ്സ്? അത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാ? അപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ദി ഫിസിക്കൽ ലെയർ അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക, ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടാ. അപ്ലിക്കേഷൻ, പ്രസന്റേഷൻ, സെഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ദി ഫിസിക്കൽ ലെയർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് ഡാറ്റാസ് ഞാനിപ്പോ ഇവിടെ റൈറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റാസും നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇപ്പൊ ഈ ഡാറ്റ എടുത്ത് നിങ്ങളൊരു അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അല്ലെ. ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഈ അപ്ലിക്കേഷൻ ലെയറിലാണ് നിങ്ങൾ ഈ ഒരു യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ. ഓക്കെ, യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ. നെക്സ്റ്റ് ഈ ലെയറിലുള്ള ഡാറ്റാസ് എവിടേക്ക് പോകും? പ്രസന്റേഷൻ ലെയറിലേക്ക് പോകും. പ്രസന്റേഷൻ ലെയറിലാണ് അതിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രസന്റേഷൻ ലെയറിലുള്ള ഫങ്ഷൻസ് ചെയ്തു നമുക്ക് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് പറയാം. നെക്സ്റ്റ് ഈ ഡാറ്റ സെഷൻ ലെയറിൽ പോയി, ട്രാൻസ്പോർട്ട് ലെയറിൽ പോയി, നെറ്റ്വർക്ക് ലെയറിൽ പോയി, ഡാറ്റ ലിങ്ക് ലെയറിൽ പോയി, ഫിസിക്കൽ ലെയറിൽ പോയിട്ടാണ് ഒരു ട്രാൻസ്മിഷൻ മീഡിയം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഡെസ്റ്റിനേഷൻ സൈറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിസിക്കൽ ലെയറിന്റെ പാർട്ടാണ് ആര്? ഈ ട്രാൻസ്മിഷൻ മീഡിയവും അല്ലെ. ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഡെസ്റ്റിനേഷൻ സൈറ്റിലെത്തി. ഡെസ്റ്റിനേഷൻ സൈറ്റിലെത്തിയ ഡാറ്റ അതിലെ ഫിസിക്കൽ ലെയറിലെത്തി, ഡാറ്റ ലിങ്ക് ലെയറിലെത്തി, നെറ്റ്വർക്ക് ലെയറിലെത്തി, ട്രാൻസ്പോർട്ട് ലെയർ ആൻഡ് സെഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ ലെയർ വഴി നമുക്ക് ഡെസ്റ്റിനേഷൻ സൈഡിലുള്ള യൂസറിന് ആ ഡാറ്റ റിസീവ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി നമ്മൾ ഡാറ്റ ഓരോ ലെയറിലും എത്തുന്ന സമയത്ത് ഈ ഡാറ്റാസിന് എന്ത് വരും? ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഓരോ ലെയർ ബൈ ലെയറിൽ നമ്മൾ പഠിക്കുന്ന സമയത്തും ഡാറ്റാസ് ഓരോ യൂണിറ്റ് ആയിട്ടാണ് പറയാം. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് എന്ന് പറയാം. അതായത് സ്മോളസ്റ്റ് ഡാറ്റ യൂണിറ്റ് ഇൻ ഈച്ച് ലെയർ. ഓക്കെ, ഇതിനെ ഇപ്പൊ ഫിസിക്കൽ ലെയറിൽ
ഒരു ഡാറ്റനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുക? ഓക്കെ, ആ പ്രോസസ് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് കമ്പോണന്റ് ഓഫ് ദ ഡാറ്റക്കാണ് PDU എന്ന് പറയാം, പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്. അപ്പൊ ഇത് PDU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് ആണ്, സ്മോളസ്റ്റ് ഡാറ്റ യൂണിറ്റ് ഇൻ ഈച്ച് ലെയർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് എഴുതിയെടുത്താൽ മതിയാവും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സൈഡിലുള്ള OSI റെഫറൻസ് ലെയർ ആണിത് അല്ലെ, OSI റെഫറൻസ് ലെയർ. ഓക്കെ, ഇനി ഓരോ ലെയർ ബൈ ലെയറിലും നമ്മൾ ഡാറ്റാസിന് ഡിഫറെന്റ് പേരുകളാണ് വിളിക്കുക. അതായത് ഓരോ ലെയറിലും ആ ഡാറ്റാസിന് എന്ത് വരും, ഡിഫറെന്റ് ചേഞ്ചസ് ഹാപ്പൻ ചെയ്യും അല്ലെ. അപ്പോൾ ആ ഹാപ്പൻ ചെയ്യുന്ന ആ സ്മോളസ്റ്റ് യൂണിറ്റിനാണ് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് നമ്മൾ പറയുന്നത്, PDU എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ലെയറിൽ വരുമ്പോൾ അല്ലെ, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് താഴ്ന്ന് മേലേക്ക് പോവാം. ഓക്കെ, ഒരു ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഇപ്പൊ നമുക്കൊരു MP3 ഫയലാണ് സെൻഡ് ചെയ്യാൻ വിചാരിക്കാം. ഒരു MP3 ഫയലാണ് സെൻഡ് ചെയ്യേണ്ടത്. ഈ MP3 ഫയല് ഡിജിറ്റൽ, മൊത്തം എല്ലാം ഡിജിറ്റലി സർക്യൂട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ ഡാറ്റ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഡാറ്റ ഇൻടു ബൈനറി ഫോംസ് അല്ലെ. അപ്പൊ ഈ MP3 ഫയല് ബൈനറി ഫോമിലേക്ക് മാറ്റിയ ഒരു യൂണിറ്റ് ആണ് ഇതെന്ന് വിചാരിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഫിസിക്കൽ ലെയറിൽ ഈ ഡാറ്റയ്ക്ക് പറയുന്ന പേരാണ് ബിറ്റ്. ഓക്കെ, അതായത് ബിറ്റ് ലെവലിലാണ് ഫിസിക്കൽ ലെയറിൽ പ്രോസസ്സിങ് നടക്കുക. അപ്പൊ ഫിസിക്കൽ ലെയറിൽ എന്തൊരു ഫംഗ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിലും ഓരോ ബിറ്റ് ലെവൽ ബിറ്റ് വൈസ് ആയിട്ടാണ് നമുക്ക് ആ ഫങ്ഷൻസ് ഒരു ഡാറ്റയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ലെയറിൽ വരുന്ന പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് അല്ലെങ്കിൽ PDU ആണ് ബിറ്റ്സ്. ഓക്കെ, അപ്പോ ഫിസിക്കൽ ലെയറിൽ PDU ആണ് ബിറ്റ്സ്. ആൻഡ് ഇനി ഇത് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് എത്തുന്ന സമയത്ത്, ഓക്കെ, ഡാറ്റ ലിങ്ക് ലെയറിൽ എത്തുന്ന സമയത്ത് ഈ ബിറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സുകളാക്കി മാറ്റും. ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓക്കെ, ഇതിങ്ങനെ ഓരോ ഡിവിഷൻ കൊടുക്കും. എന്നിട്ട് ഇതിന് ഓരോ പേര് കൊടുക്കും. അത് ഫ്രെയിം എന്ന് കൊടുക്കും. ഫ്രെയിം 1, ഫ്രെയിം 2, കണ്ട, ഫ്രെയിം 3, ഫ്രെയിം 4 ആൻഡ് ദി ഫ്രെയിം 5. ഓക്കെ അല്ലേ? അപ്പോ ഈ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഈ ഒരു PDU-നെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിംസ്. കണ്ടോ, ആദ്യം ഫിസിക്കൽ ലെയറിൽ നമ്മൾ എന്താ ചെയ്തത്, ഓരോ ബിറ്റ് ലെവലിലായിരുന്നു ഫംഗ്ഷൻ ചെയ്തിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ ബിറ്റിനെയും ഗ്രൂപ്പ് ഓഫ് ബിറ്റിനെ നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് ഇതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ അതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്രെയിംസ് അല്ലെ, ഫ്രെയിംസ്. ഓക്കെ, ഫ്രെയിംസ്. അപ്പൊ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന PDU ആണ് ഫ്രെയിം. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് ഇനി ഡാറ്റ സെൻഡ് ചെയ്യല്ലേ ചെയ്യാം അല്ലെ. നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഫ്രെയിം ഉണ്ട്, ഇപ്പൊ ഇതിനെ പ്രോസസ് ചെയ്യണം. എന്നിട്ട് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഫ്രെയിം 1 ആണ്, നമുക്കറിയാം അല്ലെ, ഫ്രെയിം 1 ആണ് അല്ലെ, ഈ ഫ്രെയിം 1 ആണിത്. ഓക്കെ, ഇനി ഇത് ഈ ഒരു ഫ്രെയിം 1 ഡെസ്റ്റിനേഷൻ സൈഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, ഡെസ്റ്റിനേഷന്റെ അഡ്രസ് കൊടുക്കണ്ടേ അല്ലെ. ഡെസ്റ്റിനേഷന്റെ അഡ്രസ് കൊടുക്കേണ്ടി വരും, ആൻഡ് ദി സോഴ്സിന്റെ അഡ്രസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് അറ്റാച്ച് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ അഡ്രസ് കൊടുക്കുന്നത് IP അഡ്രസ് ആയിട്ടാണ് കൊടുക്കുക. മനസ്സിലാവുണ്ടോ? അതായത് IP അഡ്രസ് ഒക്കെ നമുക്ക് ഇനി പറയാൻ പോകുന്നുള്ളൂ, ഞാൻ ഇതൊരു ഇൻട്രൊഡക്ടറി പാർട്ടാക്കിയിട്ട് മാത്രം പറയാണ്. IP അഡ്രസ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ IP അഡ്രസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ IP അഡ്രസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ IP ഹെഡർ ഈ ഒരു ഫ്രെയിമുമായിട്ട് അറ്റാച്ച് ചെയ്യും. IP ഹെഡർ, ഒരു IP ഹെഡറിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ സോഴ്സ് അഡ്രസ് ഉണ്ടാവും, അതായത് ആ ഡാറ്റ എവിടെ നിന്നാണ് വരുന്നത് ഉണ്ടാവും, എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏത് സിസ്റ്റത്തിലേക്കാണ് പോകേണ്ടത് ഉണ്ടാവും, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ടാവും,
ആൻഡ് എത്ര സമയം ആ നെറ്റ്വർക്കിൽ ഉൾപ്പെടാന്നുണ്ടാവും, ആൻഡ് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ആ നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ ആ ഡാറ്റനെ എന്ത് ചെയ്യാന്നുണ്ടാവും. ഓക്കെ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ഐ പി ഹെഡർ. ഓക്കെ, ഇനി നോക്കിയാ അപ്പൊ നമുക്ക് ഫ്രെയിമായി ഒരു ഐ പി ഹെഡർ ഇതിന് അറ്റാച്ച് ചെയ്തു അല്ലെ. ഇങ്ങനെ ഫ്രെയിമും ആൻഡ് ഐ പി ഹെഡറിനെ ഇതിന് അറ്റാച്ച് ചെയ്ത ഈ ഒരു മൊത്തം ഒരു കൺസോളിനെയാണ് നമ്മൾ എന്ത് പറയാ, പാക്കറ്റ്സ് എന്ന് പറയാം. ഈ പാക്കറ്റിനെ ഡീൽ ചെയ്യുന്നത് ആരാണ്? നെറ്റ്വർക്ക് ലെയറാ. ഓക്കെ, അപ്പൊ നെറ്റ്വർക്ക് ലെയറിന്റെ ഉള്ളിൽ ഉള്ള ഈ ഒരു ഡാറ്റാസിനെയാണ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്, പാക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായ? നെറ്റ്വർക്ക് ലെയറിന്റെ ഉള്ളിലെ ഡാറ്റന്റെ പേര് അപ്പൊ പാക്കറ്റ് ആയി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഈ പാക്കറ്റ് ഇപ്പൊ പാക്കറ്റായി ജനറേറ്റ് ചെയ്തു. ഇനി നോക്കിയാ നമ്മള് ഇപ്പൊ ഞാൻ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ അയച്ച് അല്ലെ, ഇതുവരെ എത്താനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. ഇനി നോക്കിയാ എനിക്ക് ഞാനൊരു മെയിൽ അയച്ച്, ഞാനൊരു മെയിലാണ് അയച്ചത് അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിലേക്കാണ് അയച്ചത്. എന്റെ അപ്ലിക്കേഷൻസ് ഡിഫറൻസ് ആണ് അല്ലെ. മെയിൽ ആപ്ലിക്കേഷൻ ആവാം, വാട്സപ്പ് ആപ്ലിക്കേഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗൂഗിൾ മീറ്റ് വഴിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട് അല്ലെ, ഗൂഗിൾ മീറ്റ് വഴി. അത് ഇപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റ് വഴിയാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കിയാൽ അല്ലേ നിങ്ങൾക്ക് ഈ ഡാറ്റ കിട്ടുന്നത്, ശരിയല്ലേ? പറഞ്ഞ മനസ്സിലായോ? അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ആയാൽ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, നോക്കിയാ ഒരു പാക്കറ്റ് വന്ന്, പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രെയിം ഉണ്ടാവാം പ്ലസ് ഐ പി അഡ്രസ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ കിട്ടണം അല്ലെ. അപ്പൊ ഓരോ അപ്ലിക്കേഷൻസിനും ഇപ്പൊ വെബ് ബ്രൗസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ HTTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക അല്ലെ. ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ FTP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുക അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് മാത്രം എത്തിയാൽ പോരാ അല്ലെ. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് മാത്രം എത്തിയാൽ പോരാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയാൽ പോരാ, ആ സിസ്റ്റത്തിന്റെ ഉള്ളിലെ ആ ഒരു പ്രോട്ടോകോളിന്റെ ഉള്ളിലേക്ക് എത്തണം. ആ പ്രോട്ടോകോളിന്റെ ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഡാറ്റ ശ്രദ്ധിച്ച് കേട്ടോ, ഈ IP അഡ്രസ് എന്തിനു വേണ്ടിയിട്ടാ? സിസ്റ്റത്തിലേക്ക് എത്താനാണ് അല്ലെ. ഈ സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോട്ടോകോളിന്റെ ഉള്ളിലേക്ക് എത്തണം ഡാറ്റ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഡാറ്റ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, പോർട്ട് നമ്പർ. മനസ്സിലായ? ഓക്കെ, ഇനി നോക്കിയാ ഈ പോർട്ട് നമ്പറും IP ഹെഡറും ഫ്രെയിമും കൂടിയ ഈ ഒരു ഡാറ്റക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സെഗ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഈ സെഗ്മെന്റ് ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ സെഗ്മെന്റിനെ അപ്പുറത്തേക്ക് അയക്കും. അതൊക്കെ സെഷൻ ലെയർ ആൻഡ് പ്രസന്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ ഡീൽ ചെയ്യും. ആൻഡ് ദ ഡാറ്റ ഈസ് ഓൾവേസ് ടേംഡ് ആസ് ഡാറ്റ ഇറ്റ്സെൽഫ് ഓർ മെസ്സേജ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടാ ന്യൂർ,
ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പാക്കറ്റ്, എന്താണ് സെഗ്മെന്റ് ആൻഡ് എന്താണ് ഫ്രെയിം, എന്താണ് ബിറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? റിൻഷാദ് മനസ്സിലായി. ഓക്കെ ശരി. മുഹസിനാസി ആരാടാ ആള്? നമ്മുടെ ക്ലാസ്സിലില്ല. ഷെസാണോ? ഓക്കെ ശരി. ഞാൻ ആ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണത്തിന് കേറിയതാ. ഓക്കെ ശരി. നെക്സ്റ്റ് ഫിസിക്കൽ ലെയർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം? ഇനി ഈ ഡാറ്റ, ഈ ലേയേഴ്സ് ഇല്ലേ, ലേയേഴ്സ് ബൈ ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോവാണേ ഇങ്ങോട്ടേക്ക്. നമ്മൾ ഒരു തവണ പറഞ്ഞു എന്താണ് ചെയ്യുന്നത്. നമ്മൾ ഫിസിക്കൽ ലെയറിൽ വരുന്ന PDU ആണ് അല്ലേ, ബിറ്റ്. ആൻഡ് ദി ഫിസിക്കൽ ലെയർ ഡീൽ ചെയ്യുന്നത് ഹൗ ഡാറ്റ ക്യാൻ ബി റെപ്രസെന്റ് ഓർ ഹൗ സിഗ്നൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അല്ലെ. ബിറ്റ് ലെവലിലാണ് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, ബിറ്റ് ലെവൽ. അപ്പൊ ഇത് എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിനെ മാത്രം ഡീൽ ചെയ്യുന്ന കാര്യമാണ് ഫിസിക്കൽ ലെയറിൽ വരുന്നത്. ഓക്കെ. ഇനി ഫിസിക്കൽ ലെയറിൽ നമുക്ക് ഓരോ ലെയറിലും യൂസ് ചെയ്യേണ്ട ഡിവൈസ് കൂടി പഠിക്കണം. ഫിസിക്കൽ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റേഴ്സ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്, ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ഫിസിക്കൽ ലെയറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഓക്കെ. ഇനി എന്താണ് റിപ്പീറ്റേഴ്സ്? നമുക്ക് റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു ഡാറ്റ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് കളയാം. ഓക്കെ, നോക്കിയാ ഒരു സിഗ്നൽ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഈ സിഗ്നല് ഇത്ര പോകുന്ന സിഗ്നലാ. ഓക്കെ, ഇത് ഇങ്ങനെ സിഗ്നൽ റിപ്പീറ്റർ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ചാൽ, സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ഡാറ്റ അയക്കേണ്ടതാ. നമ്മൾ എന്ത് ചെയ്യും? ഈ സിഗ്നൽ എന്ത് ചെയ്യും? ഇങ്ങനെ ലോസ് ആയി അതിന്റെ ഡിഗ്രേഡ് ചെയ്ത് പോകും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു വലിയൊരു സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിഗ്നലിന്റെ ഡാറ്റ എന്ത് ചെയ്യും? ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് ഇങ്ങനെ പോകും അല്ലെ. അതായത് നമുക്ക് ഒരുപാട് ഇന്റർഫറൻസ് കാര്യങ്ങളൊക്കെ ഒരു സിഗ്നലിന് വരാൻ സാധ്യത ഉണ്ട് അല്ലെ. അതിങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അടിയിൽ ഒരു റിപ്പീറ്റർ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ആക്ച്വലി ഡാറ്റ ഇത്രയാണ്, പിന്നെ ഇത് ഇങ്ങനെ പോകുന്ന ഇടയിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു റിപ്പീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റനെ എന്ത് ചെയ്യും? ഒറിജിനൽ സിഗ്നലിന്റെ ആ ഒരു സൈസിലേക്ക് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡസ് നോട്ട് ആംപ്ലിഫൈ ദ സിഗ്നൽ. ഇത് ആംപ്ലിഫൈ ചെയ്യല്ല ചെയ്യുക, ഇതെന്താ? റീജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇത്ര പോകുന്ന ഡാറ്റനെ ഇങ്ങനെ ആക്കി മാറ്റുന്നതാണ് അല്ലെ. നമ്മൾ ലൗഡ് സ്പീക്കർ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആംപ്ലിഫിക്കേഷൻ വേണ്ടിയിട്ടാ. പക്ഷെ റിപ്പീറ്റർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ? റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഒറിജിനൽ ഡാറ്റനെ അതേപോലെ തന്നെ ത്രൂ ഔട്ട് ദി ട്രാൻസ്മിഷൻ ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ആര്? റിപ്പീറ്റർ. കിട്ടിയ? അപ്പൊ റിപ്പീറ്റർ റീജനറേറ്റ് ദി ഒറിജിനൽ സിഗ്നൽ and the repeater does not amplify the signal. ഓക്കെ അല്ലെ. ഇപ്പൊ ആക്ച്വലി ഈ ഒരു സിഗ്നൽ എന്ത് ചെയ്യും? ഇങ്ങനെ ലോസ് ആയി വരും. അപ്പൊ ഇതിനെ റിപ്പീറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീജനറേറ്റഡ് സിഗ്നൽ ആയി മാറും അല്ലെ. ഓക്കെ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ലിങ്ക് ലെയറില. ഓക്കെ, ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന PDU എന്താ? ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന PDU ആൻഡ് ഫ്രെയിംസ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. അതിന്റെ ഫങ്ഷൻസ് ആണ് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് ദി ലൈൻ ഓഫ് ഡിസിപ്ലിൻ. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡാറ്റ അറ്റ് എ ടൈം ആ ഒരു ലൈനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എറർ കൺട്രോൾ ആണെങ്കിൽ ഹൗ എറർ ക്യാൻ ബി ഐഡന്റിഫൈ അല്ലെ. ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ ഡാറ്റ ഒരു ട്രാൻസ്മിഷൻ ലൈനുണ്ട് അല്ലെ. ഒരുപാട് മീഡിയംസ്, ഒരുപാട് സിസ്റ്റംസ് ആ ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും.
അല്ലെ? അപ്പൊ ഇയാള് ഒരു ഡാറ്റ, ഇതാണ് ഡെസ്റ്റിനേഷൻ വിചാരിക്കുക. ഓക്കെ, ഡെസ്റ്റിനേഷനിൽ അയക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റത്തിന് ഡാറ്റ ഈ ഇതിലേക്ക് അയക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ കൊളീഷൻ വരുമോ ഇല്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. ഹൂ സെൻഡ് ദ ഡാറ്റ അറ്റ് ദ ടൈം. ഫ്ലോ കൺട്രോൾ ഉണ്ട്, ഇതിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻസ് തന്നെ പഠിച്ചു വെക്കുക. ഫ്ലോ കൺട്രോൾ എന്താ, ലൈൻ ഓഫ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് ഡാറ്റ ടു സെൻഡ്. എറർ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ എറർ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് സോൾവ്. ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് എറർ വന്നു കഴിഞ്ഞാൽ, എന്താണ് ഈ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓക്കെ, എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ബിറ്റിനെയാണ് നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് 0, 1, 0 ഇത്ര ഒരു ഇങ്ങനെ ഒരു ഡാറ്റ ആണ് ആക്ച്വൽ ഡാറ്റ. ഇത് ചേഞ്ച് ചെയ്ത് 0, 0, 1, 0 ആയി മാറി. ഓക്കെ, ഇവിടെ ഈ ഒരു ബിറ്റിൽ ചേഞ്ച് വന്നു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയാ? അപ്പോ നമുക്ക് എറേഴ്സ് കൺട്രോൾ ആരുടെ ഫംഗ്ഷൻ ആണ്, ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. ആൻഡ് ദി ലൈൻ ഓഫ് ഡിസിപ്ലിൻ. ലൈൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആരാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കേപ്പബിൾ ആവാം. ഓക്കെ, ഇനി ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഒരു അഡ്രസ് ആണ് മാക് അഡ്രസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയും, മാക് അഡ്രസ്. മാക് അഡ്രസ്. നെക്സ്റ്റ് ഡിവൈസുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫിസിക്കൽ ലെയറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് റിപ്പീറ്റർ എന്ന് പറഞ്ഞു. ആൻഡ് ദി ഡാറ്റ ലിങ്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് സ്വിച്ചസ്, ബ്രിഡ്ജ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്വിച്ചിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, ബ്രിഡ്ജ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദി ഇപ്പൊ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ പറയാം, അതിലേക്ക് പോവാം. അത് ഫസ്റ്റ് പറയാട്ടാ. ഓക്കെ, മാക് എന്ന് പറഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് ആൻഡ് ഇറ്റ്സ് എ ഹാർഡ്വെയർ അഡ്രസ് ഓർ ഫിസിക്കൽ അഡ്രസ്. ഫിസിക്കൽ അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്, ഹാർഡ്വെയർ അഡ്രസ് ഓർ ഫിസിക്കൽ അഡ്രസ്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഇപ്പൊ ഇവിടെ സം സെറ്റ് ഓഫ്, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുന്നുണ്ടാവും. ഞാൻ ഇത് മൊത്തത്തിലാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് സിസ്റ്റംസ് കാണുന്നുണ്ട്. ആൻഡ് ദി ഡെസ്റ്റിനേഷൻ സൈഡിൽ കുറച്ച് സിസ്റ്റംസ് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് 1 ആൻഡ് ദി നെറ്റ്വർക്ക് 2. ഓക്കെ, ഇതിപ്പോ മലപ്പുറം ജില്ലയിലുള്ള നെറ്റ്വർക്ക് ആണ് വിചാരിക്കുക, മലപ്പുറം. ആൻഡ് ദി ദിസ് കാലിക്കറ്റ് ഇല്ല, കാലിക്കറ്റ്. ഓക്കെ, ഇനി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ഈ രണ്ട് നെറ്റ്വർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ നെറ്റ്വർക്ക് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ബ്രിഡ്ജ്. കിട്ടിയാ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മലപ്പുറം കോഴിക്കോട് അങ്ങനെ അത്ര വലുതെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലാബ് ഉണ്ട്, CS ലാബ്. ആൻഡ് ഫിസിക്സ് ലാബ് ഉണ്ട് നിങ്ങളുടെ കോളേജിൽ. ഓക്കെ, ഇവിടെ കുറച്ച് സിസ്റ്റംസ് ഉണ്ടാവും, ഫിസിക്സ് ലാബിൽ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ലാബിലെയും നെറ്റ്വർക്ക്സിനെ ഒരു സിംഗിൾ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ആര്, ബ്രിഡ്ജസ്. കിട്ടിയ? ഇനി എന്താണ് സ്വിച്ച്? സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക്, ഓക്കെ ഒരു മിനിറ്റ്, നോക്കിയാ ഇപ്പൊ ഇവിടെ നമുക്ക് ബ്രിഡ്ജ് പറഞ്ഞാല് എക്സാമ്പിൾ ആണ്, ക്യാൻ കണക്ട് 2 ലാൻഡ്സ് ഫ്രം ലാർജർ ലാൻഡ്. അല്ലെ, രണ്ട് ലാൻഡ്സ് കണക്ട് ചെയ്തിട്ട് ടു ഫോം എ ലാർജർ ലാൻ എന്ന് പറഞ്ഞ, അല്ലെ, രണ്ട് ലാൻഡ്സ് കണക്ട് ചെയ്തിട്ട് ഒരു ലാർജർ ലാൻ ആക്കി മാറ്റാനുള്ള ഒരു ഡിവൈസ് ആണ് ബ്രിഡ്ജ്. ഇവിടെ വേറെ ഏതെങ്കിലും ടു കണക്ട് മൾട്ടിപ്പിൾ സബ് നെറ്റ്വർക്ക്സ് ടു ക്രിയേറ്റ് എ സിംഗിൾ നെറ്റ്വർക്ക് എന്നൊക്കെ പറയാം, അല്ലെ, കണക്ട് മൾട്ടിപ്പിൾ സബ് നെറ്റ്വർക്ക് ടു ക്രിയേറ്റ് എ സിംഗിൾ നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇപ്പൊ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന
ഓക്കെ. ഈ നെറ്റ്വർക്ക് ലെയറും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്താണ് സ്വിച്ച് എന്താണ് ഹബ്ബ് തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് മുകളിൽ അത് ഫിസിക്കൽ ലെയറിന് ശേഷം വരുന്ന ഡാറ്റ ലിങ്ക് ലെയറിന് ശേഷം വരുന്ന ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ അല്ലെ. അപ്പൊ ആ ഫ്രെയിമും അല്ലെ ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഫ്രെയിമിനെയും IP പാക്കറ്റും കൂടി അറ്റാച്ച് ചെയ്ത് IP ഹെഡർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് എന്താക്കി മാറ്റി, നമ്മൾ ഒരു പാക്കറ്റ് ആക്കി മാറ്റി അല്ലെ. ഇതാണ് ആരെ പരിപാടി, നെറ്റ്വർക്ക് ലെയറിന്റെ പരിപാടി. അത് റൂട്ടിംഗ് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോ ഈ സ്വിച്ചും റൂട്ടർ ആൻഡ് ദ ഹബ്ബ് ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസ് റൂട്ടർ ആണ്, PDU എന്ന പാക്കറ്റ് ആണ്. നിങ്ങൾക്കറിയാം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ ഡെലിവറി അല്ലെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡാറ്റ ഡെലിവറി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയറിന്റെ മെയിൻ ഫംഗ്ഷൻ. അതായത് ഒരു സോഴ്സ് ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഓക്കെ, ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെയർ ആണ് മെയിൻ ആയിട്ട് എന്ത്, നെറ്റ്വർക്ക് ലെയർ. കാരണം ഡെസ്റ്റിനേഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയാ നമുക്കിപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഡിവൈസുകളാണ് ആരൊക്കെയാ, ഹബ്ബ്, സ്വിച്ച് ആൻഡ് ദി റൂട്ടർ അല്ലെ. അപ്പൊ ഹബ്ബ് വർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഫിസിക്കൽ ലെയറിലാണ് എന്ന് പറഞ്ഞു. ആൻഡ് സ്വിച്ച് ഡാറ്റ ലിങ്ക് ലെയറിലൊക്കെ വർക്ക് ചെയ്യട്ടോ. ആൻഡ് ദി സ്വിച്ച് മെയിൻ ആയിട്ട് ഡാറ്റ ലിങ്ക് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദി റൂട്ടർ വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ എന്താണ് ഹബ്ബ്, എന്താണ് സ്വിച്ച് ആൻഡ് എന്താണ് റൂട്ടർ നോക്കാം. ഓക്കെ, ഹബ്ബ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 4 സിസ്റ്റം ഉണ്ട്, A, B, C, D എന്ന് പറഞ്ഞിട്ടുള്ള 4 സിസ്റ്റംസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, എനിക്ക് ഹബ്ബിലൂടെ ഒരു ഡാറ്റ പാസ് ചെയ്യാനുണ്ടെങ്കിൽ നോക്കിയാ, ഹബ്ബിലൂടെ ഞാനൊരു ഡാറ്റ പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഹബ്ബിലൂടെ ഞാനൊരു ഡാറ്റ പാസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഹബ്ബിലൂടെയാണ് നമുക്ക് ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹബ്ബിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാറ്റ എവിടേക്ക് എത്തും, ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലേക്കും ഈ ഡാറ്റ എത്തും. മനസ്സിലായോ? ഇതാണ് ഹബ്ബ്. ഇനി സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ യഥാർത്ഥ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു MAC അഡ്രസ് വെച്ചിട്ട്, മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ് വെച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു സ്വിച്ച് ബോർഡ് കൺസിഡർ ചെയ്യാം. അതിന്റെ ഫംഗ്ഷൻ തന്നെയാണ് ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചും. അതായത് ഇപ്പൊ നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഇട്ടാൽ ഫാൻ മാത്രമേ കറങ്ങുള്ളൂ അല്ലെ, ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കറങ്ങുള്ളൂ. അതായത് ഒരു സർക്യൂട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ഇന്നർ മോസ്റ്റ് ആയിട്ട്. അതായത് ഒരു സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ ഡാറ്റ എത്തും. ഓക്കെ, അപ്പൊ ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താന്ന് മനസ്സിലായി. ഹബ്ബ് എന്ന് പറഞ്ഞാല് ഒരു ജംഗ്ഷനാ അല്ലെ. അപ്പൊ ആ ജംഗ്ഷൻ ഇപ്പൊ നമ്മൾ ഒരു 4 വയേഴ്സ് 4 ടെർമിനൽസ് ഇല്ല ഒരു വാട്ടർ പൈപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ജംഗ്ഷൻ കൊടുത്ത്, ജംഗ്ഷൻ ഒന്നും വാൾവ്സ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ജംഗ്ഷൻ മാത്രം കൊടുത്ത് ഇതിലൂടെ വെള്ളം പോവുകയാണെങ്കിൽ ഇത് എല്ലായിടത്തും എത്തും അല്ലെ. ഇതാണ് ആരുടെ ഫംഗ്ഷൻ, ഹബിന്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇവിടെ ഒരു വാൾവ് കൊടുത്തിട്ട് ഇതും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് മാത്രമേ എന്ത് പോവുള്ളൂ, വെള്ളം സപ്ലൈ ചെയ്യുള്ളൂ അല്ലെ. അതാണ് ആരുടെ ഫംഗ്ഷൻ, സ്വിച്ചിന്റെ ഫംഗ്ഷൻ, കറക്റ്റ് ഡെസ്റ്റിനേഷൻക്ക് മാത്രം. ഇനി റൂട്ടർ എന്താ, റൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറിലെ ഫംഗ്ഷൻസ് ആണ്. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മിനിമം കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പാത്ത് അത് സെലക്ട് ചെയ്യും. ഇപ്പോ നമുക്കൊരു എത്ര ഡിവൈസ് ഉണ്ട്, ഇപ്പൊ ഇവിടെ ഒരു 5 ഡിവൈസ് ഉണ്ട്. 5 ഡിവൈസ് അല്ല, നമ്മളെ മില്യൺസ് ഓഫ് ഡിവൈസുകൾ ഉള്ള ഒരു സിസ്റ്റം ആണ് അല്ലെ നമ്മളെ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാല് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു 5 സിസ്റ്റം മാത്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതില് എനിക്ക് എയിൽ നിന്ന് സിയിലേക്കാണ് ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, A to C ആണ് ഡാറ്റ പാസ് ചെയ്യേണ്ടത് വിചാരിക്കാം. എനിക്ക് എങ്ങനെ പോവാം, ഈ ഡാറ്റ ഇങ്ങനെ പോവാം അല്ലെ, ഇവിടെ എത്തിയില്ലേ ഒരു ഭാഗത്ത്. ഈ ഡാറ്റ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പോവാം അല്ലെ, 2 ഭാഗത്ത്. ഈ ഡാറ്റ എങ്ങനെ പോവാം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം അല്ലെ, 3ാമത്തെ പാത്ത്. ഈ ഡാറ്റ ആണെങ്കിൽ വേറെ ഏതെങ്കിലും പാത്തിലൂടെ ഒക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരുപാട് പാത്തുകൾ നമുക്ക് ഉണ്ട് എന്ന് മനസ്സിലായി.
ഇതിൽ ഏറ്റവും മിനിമം പാത്തിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സം അൽഗോരിതംസ് റൂട്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവും. ആൻഡ് റൂട്ടർ അതിനനുസരിച്ച് ആ പാത്തിനെ സ്റ്റോർ ചെയ്യും ആര് റൂട്ടർ തന്നെ. അതിനാണ് റൂട്ടിംഗ് ടേബിൾസ് ഒക്കെ റൂട്ടറിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും, റൂട്ടിംഗ് ടേബിൾ റൂട്ടിംഗ് ടേബിൾസ് ഉണ്ടാവും. ഈ റൂട്ടിംഗ് ടേബിളിനനുസരിച്ച് ആണ് ഡാറ്റ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അയക്കുക. അതായത് ഏറ്റവും മിനിമം കോസ്റ്റിലൂടെയാണ് മിനിമം കോസ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. റൂട്ടർ ആൾവേസ് ഫൈൻഡ് എ മിനിമം കോസ്റ്റ് പാത്ത് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. കിട്ടിയ? അപ്പൊ റൂട്ടർ എന്ന് പറഞ്ഞാല് സ്വിച്ച് തന്നെ. അപ്പൊ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കല്ലേ അയക്കുന്നത്. ആൻഡ് സ്വിച്ച് ആണെങ്കിലും റൂട്ടർ ആണെങ്കിലും സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ. പക്ഷെ റൂട്ടർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒരു സം ഇന്റലിജൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഏറ്റവും മിനിമം കോസ്റ്റിലൂടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് അല്ലെ. അപ്പൊ നമുക്ക് റൂട്ടറിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വിത്ത് അല്ലെ, സ്വിച്ച് തന്നെയാണ്. സ്വിച്ച് വിത്ത് സം ഇന്റലിജൻസ് എന്ന് പറയാം. സ്വിച്ചസ് വിത്ത് സം ഇന്റലിജൻസ് അല്ലെ. അപ്പൊ റൂട്ടർ എന്താന്ന് മനസ്സിലായി, സ്വിച്ച് എന്താന്ന് മനസ്സിലായി, ഹബ് എന്താന്ന് മനസ്സിലായി, ബ്രിഡ്ജ് എന്താന്ന് മനസ്സിലായി. ഏകദേശം നിങ്ങൾക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് ഡിവൈസുകളൊക്കെ ഒരു ധാരണ ആയി. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഡാറ്റ അയക്കുന്നത് പറഞ്ഞു അല്ലെ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് ഡാറ്റ അയക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ പോരാ അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കത്തയച്ച് വീട്ടിലേക്ക് എത്തിയാൽ മതിയോ? അത് ആർക്കാണ് എത്തേണ്ടതെന്നില്ലേ അല്ലെ. വീട്ടിൽ തന്നെ ഒരു 5-6 ആൾക്കാരുണ്ടാവും. ആ 5-6 ആളുകളിൽ ആർക്കാണ് എത്തേണ്ടത് അല്ലെ. അതുപോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിവൈസിൽ എത്തിയാൽ പോരാ, ഡിവൈസിന്റെ ഉള്ളിലെ ഏത് പ്രോട്ടോകോളിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലേക്കാണ് ആ ഡാറ്റ പാസ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയാം? പോർട്ട് നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഡാറ്റ ഡെലിവറിക്ക് നമ്മൾ പോർട്ട് ടു പോർട്ട് ഡാറ്റ ഡെലിവറി എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഡാറ്റ ഡെലിവറി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോസസ് ടു പ്രോസസ് ഡാറ്റ ഡെലിവറി എന്ന് പറയാം, അല്ലെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡാറ്റ ഡെലിവറി എന്ന് പറയാം. ഈ 4 ഡാറ്റ ഡെലിവറിയും ഒന്ന് തന്നെയാണ്. പോർട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിന്റെ ഉള്ളിൽ അല്ലെ, പ്രോസസ് ടു പ്രോസസ്, എൻഡ് ടു എൻഡ്, അതായത് ഏറ്റവും എൻഡ് മോസ്റ്റ് ആരാ? ഡിവൈസ് അല്ല, അതിന്റെ ഉള്ളിലും ഒരു പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് സോക്കറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതേപോലെ നെറ്റ്വർക്ക് ലെയറിലാണ് ആയിരുന്ന സമയത്ത് എന്താ പറഞ്ഞത്? സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ ഡെലിവറി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ്, അതായത് ഒരു ഹോസ്റ്റ് ഇത് മറ്റൊരു ഹോസ്റ്റ്, അത് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡാറ്റ ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡാറ്റ ഡെലിവറി. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ആണെങ്കിൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ആണ്, അല്ലെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ്. ഓക്കെ, ഓക്കെ, അപ്പൊ നോക്കിയാ ട്രാൻസ്പോർട്ട് ലെയർ ആണെങ്കിൽ, നെറ്റ്വർക്ക് ലെയർ ആണെങ്കിൽ ഹോസ്റ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. ട്രാൻസ്പോർട്ട് ലെയർ ആകുമ്പോൾ പോർട്ട് ടു പോർട്ട്, എൻഡ് ടു എൻഡ്, പ്രോസസ് ടു പ്രോസസ് ആൻഡ് സോക്കറ്റ്. അപ്പോ എന്താണ് ഈ സോക്കറ്റ് അഡ്രസ്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫ്രെയിം ഉണ്ട് അല്ലെ. ഈ ഫ്രെയിം മുന്നേ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്ത്? ഒരു IP ഹെഡറുമായിട്ട് കണക്ട് ചെയ്തു അല്ലെ. ഈ IP ഹെഡറിനെ ഒരു പോർട്ട് നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെ. ഇത് മൊത്തത്തിലാണ് നമ്മളൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെഗ്മെന്റിൽ IP ഹെഡറും പോർട്ട് നമ്പറും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ. അതായത് ഈ പോർട്ട് നമ്പറും IP അഡ്രസ്സും തമ്മിൽ, ഈ പോർട്ട് അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ്, ഇവർ തമ്മിലുള്ള ഈ മൊത്തത്തിലുള്ള അഡ്രസ്സിനെയാണ് നമ്മൾ സോക്കറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ സോക്കറ്റ് അഡ്രസ് മീൻസ് IP അഡ്രസ് പ്ലസ് പോർട്ട് അഡ്രസ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോക്കറ്റ് അഡ്രസ് ഈസ് IP അഡ്രസ് പ്ലസ് പോർട്ട് അഡ്രസ്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന PDU സെഗ്മെന്റ്സ് ആണ്. നെക്സ്റ്റ് സെഷൻസ് ലെയർ. സെഷൻ ലെയർ ആണ്. സെഷൻ ലെയർ. ഓക്കെ, സെഷൻ ലെയർ ഒന്നുമില്ല, അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ്, ടെർമിനേറ്റ്. അപ്പൊ അത് 2 ഡിവൈസ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ സെഷൻസിനെ ക്രിയേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യുക, അതൊക്കെ നടത്തുന്നതാണ് സെഷൻ ലെയർ ആണ്. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് സെഷൻ ലെയർ അറിയാം. നെക്സ്റ്റ് പ്രസന്റേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ എൻ ഡേറ്റ, ഫോർ എ ഡേറ്റ അല്ലെ, ഫോർ എ ഡാറ്റ. ഡാറ്റയ്ക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സെഷൻ പ്രസന്റേഷൻ ലെയർ വഴിയാണ്. ഓക്കെ, അപ്പൊ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ അൽഗോരിതംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻസ് ഒക്കെ ഏതിലാണ്? പ്രസന്റേഷൻ ലെയറിലാണ്. ആൻഡ് ഈ സെക്യൂരിറ്റി മാത്രമല്ല, ഒരു ഡാറ്റനെ കംപ്രസ് ചെയ്യുക ഡീകംപ്രസ് ചെയ്യുക ഒക്കെ എവിടെ നടക്കുന്നത്? അതായത് ഒരു വലിയൊരു ഡാറ്റയാണ്. ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ നിന്ന് ഒരു ഇമേജ് അയച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര ക്വാളിറ്റിയിൽ അപ്പുറത്തെത്തൂല അല്ലെ. അത് എന്തിനാണ് അത് അവർ കംപ്രസ് ചെയ്യുന്നത്? അതായത് സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കംപ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കംപ്രഷനും ഡീകംപ്രഷനും ഒക്കെ നടക്കേണ്ടി വരും. അത് കംപ്രഷൻ ഡീകംപ്രഷൻ നടക്കുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ആസ്കി കോഡിലാണ്, ഇപ്പൊ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആസ്കി കോഡിലാണ് വർക്ക് ചെയ്യുക. എക്ക് 65 എന്ന് വിചാരിച്ചോ. അപ്പൊ അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എവിടെ നടക്കുന്നത്? പ്രസന്റേഷൻ ലെയറിലാണ്. അപ്പൊ 3 ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. പ്രൊവൈഡ് സെക്യൂരിറ്റി ഫോർ ഡാറ്റ, കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ, ട്രാൻസ്ലേഷൻ. അപ്പൊ ആസ്കി കോഡിന് ഹെക്സാഡെസിമൽസ്. ആസ്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിജിറ്റലിൽ നമ്മൾ പറഞ്ഞതല്ലേന്നോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. നെക്സ്റ്റ് ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ ഡീൽസ് വിത്ത് ദി യൂസർ ഇന്റർഫേസ്. യൂസർ ഇന്റർഫേസുമായിട്ട് ഡീൽ ചെയ്യുന്ന ലെയേഴ്സ് ആണ്. നമുക്ക് കാണാൻ പറ്റുന്ന ലെയർ ആരാ? അപ്ലിക്കേഷൻ ലെയർ അല്ലെ. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ആക്കാം അല്ലെ, ഒരു അപ്ലിക്കേഷനുമായിട്ട് നമുക്ക് യൂസറിനെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഒരു വെബ് ബ്രൗസ് ചെയ്യാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്ലിക്കേഷൻ ലെയർ. യൂസർ ഇന്ററാക്റ്റീവ് ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇനി നമ്മള് ഈ ലേയേഴ്സ് പറഞ്ഞല്ലോ അല്ലെ. ലേയേഴ്സ് പറഞ്ഞ സമയത്ത് OSI റെഫറൻസ് ലെയർ 7 ലേയേഴ്സ് ആയിരുന്നു അല്ലെ. OSI റെഫറൻസ്, ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ, പ്രസന്റേഷൻ ആൻഡ് അപ്ലിക്കേഷൻ. ഇനി ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്, ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്റ്റഡ്. ആൻഡ് ഇനി അടുത്ത വേറൊരു ലെയർ ആണ് TCP/IP ലെയേഴ്സ്. അതായത് ഇവർ സെയിം തന്നെയാണ്, പക്ഷെ രണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലെയർ ആണ്, ഇതിൽ 4 ലെയറേ ഉള്ളൂ. ഫസ്റ്റ് ലെയർ നെറ്റ്വർക്ക് ആക്സസ് ലെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. ദെൻ ഇന്റർനെറ്റ് ലെയർ, അതായത് OSI റെഫറൻസ് ലെയറിലെ നെറ്റ്വർക്ക് ലെയറും TCP/IP ലെയറിലെ ഇന്റർനെറ്റ് ലെയറും സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ തന്നെ, അല്ലെങ്കിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ് ലെയർ എന്ന് പറയും. ഇനി നെക്സ്റ്റ് അപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് സെഷൻ ലെയർ. ഇത് മൂന്നും കൂടിയിട്ടാണ് എന്ത് അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലെയർ ആണ് TCP/IP. സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ ഇവർ തമ്മിൽ ഒറ്റ ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ TCP/IP, ട്രാൻസ്പോർട്ട് ലെയർ തന്നെ. നെറ്റ്വർക്ക് ലെയർ, ഇന്റർനെറ്റ് ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കമ്പൈൻ ചെയ്തിട്ട് നെറ്റ്വർക്ക് ആക്സസ് ലെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ലെയർ. ഓക്കെ, നമുക്ക് ഇപ്പോ ഒരു റിവിഷൻ പോലെ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന അഡ്രസ് ആണ് MAC അഡ്രസ്, ആൻഡ് നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന അഡ്രസ് ആണ് IP അഡ്രസ്, ആൻഡ് ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന അഡ്രസ് ആണ് പോർട്ട് അഡ്രസ്. ഓക്കെ, ഇനി MAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മീഡിയ ആക്സസ് കൺട്രോൾ ആണ്, ഒരു ഹാർഡ്വെയർ അഡ്രസ് ആണ്. MAC അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പൊ റൂട്ടർ ഒക്കെ വീട്ടിലുള്ള ആളുകൾ അതിന്റെ ബാക്കിൽ MAC അഡ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹാർഡ്വെയർ അഡ്രസ് ആണ്. ഒരു സിസ്റ്റത്തിന് ആ അഡ്രസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറയാം. ഇതൊരു 48 ബിറ്റ് അഡ്രസ് ആട്ടാ. 48 ബിറ്റ് അഡ്രസ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 48 ബിറ്റ് അഡ്രസ് ആണ് ആര്? MAC അഡ്രസ് 48 ബിറ്റ് അഡ്രസ്. ഓക്കെ, TCP/IP ആൻഡ് OSI റെഫറൻസ് ലെയറിന്റെ ഒരു ബേസിക് ഡിഫറൻസ് നിങ്ങളൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമുക്ക് IP അഡ്രസ്സിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. IP അഡ്രസ് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അല്ലെ. IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് IP വേർഷൻ 4 ആണ്.
ഓക്കെ, ഇനി ഇത് നമ്മൾ IP വേർഷൻ 6ലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഈ IPന്റെ വേർഷൻ ഇപ്പൊ റീസെന്റ് IP വേർഷൻ 4 ആണ്. അതൊരു 32 ബിറ്റ് IP അഡ്രസ് ആണ്, നിങ്ങൾക്കറിയാം. ആൻഡ് ദി IP വേർഷൻ 6ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, റീസെന്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, IP വേർഷൻ 6. ഓക്കെ, അപ്പോ IP വേർഷൻ 4 32 ബിറ്റ് എന്ന് പറഞ്ഞു. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ്. അതായത് 32 ബിറ്റിനെ ഞാൻ ഒരു IP അഡ്രസ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ 192.65.47.10. ഓക്കെ, ഇത് IP വേർഷൻ 4ന്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, IP വേർഷൻ 4 എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് 32 ബിറ്റാണ്, ഇത് ടോട്ടൽ 32 ബിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിനെ ഞാൻ എന്ത് പറയും? 32 ബിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഒരു ഒക്ടറ്റ് അല്ലെ, ഒരു ഒക്ടറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഒക്ടറ്റ് ഉണ്ട് ഇതിന്? 4 ഒക്ടറ്റ് ഉണ്ട് അല്ലെ. 4 ഒക്ടറ്റ് ഉള്ള ഒരു 32 ബിറ്റ്, അതായത് ഓരോ ഒക്ടറ്റും 8 ബിറ്റാ. 1 ഒക്ടറ്റ് 8 ബിറ്റ് ആണ് അല്ലെ. അങ്ങനെ അപ്പൊ 4 × 8 32 ബിറ്റ് ആണ് IP വേർഷൻ 4-നുള്ളത്. IP വേർഷൻ 4 ആണ്. ഓക്കെ, ഇത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എങ്ങനെ, എന്താ ഡോട്ടഡ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ? നോക്കിയാ, ഒരു ഡെസിമൽ നമ്പർ അതിനുശേഷം എന്താണ്, ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഡെസിമൽ നമ്പർ അതിനുശേഷം ഡോട്ട്, വേറെ ഡെസിമൽ നമ്പർ അതിനുശേഷം ഡോട്ട്. ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ നോക്കിയാ, ഇപ്പൊ നമുക്കൊരു ഒരു ഫോർമാറ്റിലാണെങ്കിൽ നമുക്ക് എക്സ് ഡോട്ട് എക്സ് എഴുതാം അല്ലെ, 32 ബിറ്റ്. ഓക്കെ, ഇനി ഓരോ ഒക്ടറ്റും ഉള്ള വാല്യൂ 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അത് കാരണം എന്താ? ഫസ്റ്റ് ഒക്ടറ്റ് പറഞ്ഞാൽ 0000000 അല്ലെ, 1. എന്നിട്ട് അടുത്ത ഒക്ടറ്റ് 000000001, നെക്സ്റ്റ് 010 011, അങ്ങനെ പോയിട്ട് ഏറ്റവും എല്ലാതും 11 ആകുമ്പോൾ എന്ത് വരും? 255. അപ്പോൾ 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് ആയിരിക്കും എന്ത് ഓരോ ഒക്ടറ്റിലും ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? 192.62.32.0. നോക്കിയാ, ഇതില് 0 മുതൽ 255 വരെയുള്ള വാല്യൂസുകൾ ഉണ്ടാവുക അല്ലെ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഒക്ടറ്റിന്റെ വാല്യൂ 256 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻവാലിഡ് IP അഡ്രസ് ആയിരിക്കും. അതായത് 255 ആണ് IP അഡ്രസ്സിന്റെ ഡെസിമൽ നമ്പറിലെ മാക്സിമം വാല്യൂ അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ IP അഡ്രസ്? ഇതൊന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയാ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നോക്കിയാ? ഓരോ ഒക്ടറ്റും 0 മുതൽ 255 വരെ ഉള്ളത് നോക്കാം. 0 മുതൽ 255 ഇത് ഓക്കെയാണ്. ഇവിടെ ഓപ്ഷൻ സിയോ 255, 253, 255, 3 ഓക്കെയാണ്. 255.272 അല്ലെ, ഇത് 255ലേറെ വലുതാണ് അല്ലെ. അപ്പൊ ഇതൊരു ഇൻവാലിഡ് IP ആണ്. നെക്സ്റ്റിലോ 255.240.248.255. അപ്പൊ ഇത് ആൻസർ കറക്റ്റാ, ഇൻവാലിഡ് IP ഏതാണ്? ഓക്കെ, അപ്പൊ 32 IPv4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു 32 ബിറ്റ് ആണ്, ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണെന്ന് പറഞ്ഞാൽ. IPv4 V6 V6 എന്ന് പറഞ്ഞാൽ ഒരു 38 ബിറ്റ് 128 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇപ്പൊ ഈ വേർഷൻ മാറ്റിയത്? ഈ വേർഷൻ മാറ്റാൻ കാരണം എന്താ അറിയോ? അതായത് ഇപ്പോ നമുക്ക് 32 ബിറ്റ് അല്ലേ IPv4. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു വേൾഡിൽ 8 ബില്യൺസ് ഓഫ് ആളുകൾ ഉണ്ട് എന്നാണ് ഒരു വെപ്പ്. ഓക്കെ, ഇനിയിപ്പോ എല്ലാ ആളുകളും അറ്റ് എ ടൈം ഒരു IP അഡ്രസ് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിനും ഒരു IP അഡ്രസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2⁻32 ആളുകൾക്ക് മാത്രമേ അറ്റ് എ ടൈം IP അഡ്രസ് കിട്ടുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4.3 ബില്യൺ ആണ്. അപ്പൊ ബാക്കിയുള്ള ആളുകൾക്ക് IP അഡ്രസ് കിട്ടാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് 32 ബിറ്റ് പോരാ, കുറച്ചുകൂടി ഒരു വലിയ ബിറ്റുള്ള അഡ്രസ് ഫോർമാറ്റ് ആണ് നമുക്ക് ആവശ്യം ഉള്ളൊരു രീതിയിൽ അടുത്തൊരു വേർഷൻ ഡെവലപ്പ് ചെയ്തു. ആ അടുത്ത വേർഷൻ ആണ് IP വേർഷൻ 6. IP വേർഷൻ 6-ൽ
ഒരു 128 ബിറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഈ 128 ബിറ്റ് എന്ന് പറഞ്ഞാൽ 2⁻128 ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലേറെ വലിയൊരു സംഖ്യയാണ്. അതെന്തായാലും നമ്മൾ വേൾഡ് അവസാനിക്കുന്നതിന് മുന്നേ അത്ര ഒരു വേൾഡ് പോപ്പുലേഷൻ ഒന്നും എന്തായാലും ആവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോ IP വേർഷൻ 4 നിന്ന് IP വേർഷൻ 6 ഇങ്ങനെ ഓരോ സിസ്റ്റം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഉള്ളത്. ഇനി IP വേർഷൻ 6 റെപ്രസെന്റ് ചെയ്യുന്നത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലല്ല, ഒരു എക്സാ ഡെസിമൽ റെപ്രസെന്റേഷനിലാണ് IP വേർഷൻ 6 വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ IP അഡ്രസ്സിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് നെറ്റ്വർക്ക് ലെയറിൽ കുറച്ച് പ്രോട്ടോകോൾസ് നോക്കട്ടെ നമുക്ക്. അതായത് ഓരോ ലെയറിലും കുറച്ച് പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് IP, അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ദെൻ ARP IP. ഓക്കെ, IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് ARP. ഓക്കെ, ARP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആണ്, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ARP അഡ്രസ്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് വളരെ കുറഞ്ഞ പാട്ടേ നമുക്ക് നെറ്റ്വർക്കിൽ നോക്കാനുള്ളൂ. അപ്പൊ ഈ ഒരു സാധനം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകും. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു സെമസ്റ്റർ ഫുൾ എടുക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും കോർ പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ IP അഡ്രസ് നമുക്ക് കിട്ടി, അതിൽ നിന്ന് MAC അഡ്രസ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്ത്? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അഡ്രസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് ഫൈൻഡിങ്ങിന്. അപ്പൊ ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ആരാ? MAC അഡ്രസ്. ഇനി റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഉണ്ട്, റിവേഴ്സ് ARP അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ MAC അഡ്രസ് ഉണ്ട്, നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ MAC അഡ്രസ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ MAC അഡ്രസ് ഉള്ള സിസ്റ്റത്തിന്റെ IP അഡ്രസ് ഫൈൻഡ് ചെയ്യും. അതാണ് റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. ഓക്കെ അല്ലേ? അപ്പൊ മൂന്ന് നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കിയത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ്. ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ TCP, ട്രാൻസ്മിഷൻ. ഇതിന്റെ ഫുള്ളൊക്കെ നിങ്ങൾ നോക്കി വെക്കട്ടോ. TCP എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. അതായത് അതൊരു കണക്ഷൻ, നമ്മുടെ രണ്ട് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒരു വോയിസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ ആ സിസ്റ്റം തമ്മിൽ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലെ? ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എന്ത്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, TCP. അത് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. സാധാരണ ഇതിൽ ഇപ്പൊ ലൈവ് ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ലൈവ് ട്രാൻസ്മിഷനിൽ ഇപ്പൊ ഞാനിപ്പോ ഇത് നിങ്ങൾക്ക് ലൈവ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, ഇല്ല കണക്ഷനിലൂടെ തന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്, മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇത്? ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആക്കി മാറ്റിയത്. അതായത് ഇപ്പൊ എന്റെ വോയിസ് ഇവിടെ സ്റ്റക്കായി കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കിയാ, ഇപ്പൊ ഞാൻ ഇവിടെ വോയിസ് എനിക്ക് എന്തെങ്കിലും നെറ്റ്വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കാരണം എന്റെ വോയിസ് ഇവിടെ അല്ലെങ്കിൽ ഞാൻ സ്ട്രീം ചെയ്യുന്ന ഈ വീഡിയോ തന്നെ സ്റ്റക്കായി. ഇനി നെറ്റ്വർക്ക് വരുന്ന സമയത്ത് ഈ സ്ട്രീം ചെയ്ത് ഇപ്പൊ അവിടെ സ്റ്റക്ക് ആയതിനു ശേഷം ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അല്ലെ? അതിന് നെറ്റ്വർക്ക് ഓക്കെ ആയ ശേഷം നമുക്ക് ആ സ്റ്റക്കായ കാര്യങ്ങൾ പിന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഓക്കെ ആയത്, ആ ഓക്കെ ആയ മുതലുള്ള കാര്യങ്ങളുള്ളൂ പിന്നെ വരിക അല്ലെ? അതാണ് കണക്ഷൻ ലെസ് സർവീസിന്റെ ഒരു ഇത്. നോട്ട് റിലയബിൾ ആണ്. എല്ലാ ഡാറ്റയും മൈക്രോ ഡെസ്റ്റിനേഷനിൽ എത്തിക്കോളണം എന്നൊന്നുമില്ല അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ടാവും, സാറേ കണക്ഷൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കണക്ഷൻ പോയതിനു ശേഷമുള്ള ഡാറ്റ പിന്നെ നിങ്ങൾക്ക് കിട്ടൂല അല്ലെ? അതുകൊണ്ടാണ് ഇത് നോട്ട് റിലയബിൾ എന്ന് പറയുന്നത്. എല്ലാ ഡാറ്റയും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഡാറ്റയും അവിടെ എത്തിക്കൊള്ളണം എന്നില്ല. കണക്ഷൻ ലെസ് സർവീസ് ആയതുകൊണ്ടാണ് ഇത് അങ്ങനെ സംഭവിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ അപ്പൊ യൂസ് ചെയ്യുന്നത്? ഇതൊരു കണക്ഷൻ ലെസ് സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും.
പക്ഷെ ലൈവ് ആയി സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കണക്ഷൻ എടുക്കാനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. അതായത് റിയൽ ടൈം അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് അല്ലെ, ലൈവ് സ്ട്രീമിംഗ് അതുപോലുള്ള റിയൽ ടൈം അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, UDP യൂസ് ചെയ്യുന്നത്. യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ കണക്ഷൻലെസ് സർവീസ് ആയിരിക്കും, നോട്ട് റിലയബിൾ ആയിരിക്കും. പക്ഷെ TCP ആണെങ്കിലോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്, ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഇപ്പൊ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കണം, എനിക്ക് കണക്ഷൻ പോയാലും കണക്ഷൻ വരുന്ന സമയത്ത് എനിക്ക് ആ വീഡിയോ ഫുൾ ആയിട്ട് കിട്ടൂലേ അല്ലേ. അതാണ് എന്ത് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ. ഇപ്പൊ വാട്സപ്പിലൂടെ ഡാറ്റ അയക്കാം അല്ലെങ്കിൽ മെയിൽ അയക്കാം, അതൊക്കെ എന്താണ് കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്, റിലയബിൾ പ്രോട്ടോകോൾ ആണ്. റിലയബിൾ മീൻസ് നമ്മൾ അയച്ച ഡാറ്റ എന്തായാലും അവിടേക്ക് എത്തും, ആ ഒരു കണക്ഷനിലൂടെ എത്തും. ഓക്കെ, നെക്സ്റ്റ് അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ, ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോളിന്റെ അണ്ടറിലാണ് TCP ആൻഡ് UDP വരുന്നത്. ദെൻ അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോളിൽ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്, അതാണ് HTTP, ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പൊ ഇതൊക്കെ എന്റെ ഫുൾ ഫോം പഠിക്കാം, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പഠിച്ചു വെക്കട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ MCQ കണ്ടു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്ന് ഒരു വട്ടെങ്കിലും ഓടിച്ചു നോക്കണം, എന്നാലേ നമുക്കത് അപ്പൊ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഓക്കെ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതിന്റെ ഒരു സെക്യൂർ വേർഷൻ ഉണ്ട്, അതാണ് HTTPS, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. നെക്സ്റ്റ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്, ഫയൽസ് അയക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് SMTP ഉണ്ട്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറെ 2 പ്രോട്ടോകോൾസ് ആണ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആൻഡ് ദി IMAP. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, IMAP. ദെൻ ടെൽനെറ്റ് ഉണ്ട്, ടെർമിനൽ നെറ്റ്വർക്ക്, റിമോട്ട് ലോഗിൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെർമിനൽ നെറ്റ്വർക്ക്. ദെൻ DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, ഇനി ഡൊമൈൻ നെയിം സിസ്റ്റം എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ IP അഡ്രസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അല്ലെ. ഇപ്പൊ എനിക്ക് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിന്റെ സെർച്ചിങ് ഓപ്ഷൻ ആണ് എടുക്കുക അല്ലെ. അതായത് എനിക്ക് യൂട്യൂബിന്റെ സർവർ ID ഒന്നും അറിയില്ല. യൂട്യൂബിന്റെ വീഡിയോസ് ഒരു സർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇനി നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ സർവറിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളെ ഫോണിലേക്ക് അതിന് റിക്വസ്റ്റിന് ഒരു ആൻസർ കിട്ടുകയാണ് ചെയ്യുക അല്ലെ, റിപ്ലൈ കിട്ടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ ഫോണിൽ യൂട്യൂബിന്റെ വീഡിയോസ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇനി യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം നെറ്റ്, ഇപ്പൊ റൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഗേറ്റ് വേസ് ആയിക്കോട്ടെ, അവിടെ ഒന്നും നമ്മുടെ കൊടുക്കുന്ന ഡൊമൈൻ നെയിംസ് അറിയുന്നുണ്ടാവില്ല. അവർക്ക് അറിയുന്നത് എന്താണ്, അവരെ IP അഡ്രസ്, അപ്പൊ സർവറിന്റെ IP അഡ്രസ്സാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ youtube.com അടിച്ചു കൊടുത്ത്, അപ്പൊ എന്തുണ്ടാവും, DNS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെർവർ ഉണ്ട്. ഈ സെർവറിൽ യൂട്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, IP അഡ്രസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ് ഉണ്ടാവും, ഗൂഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ് ഉണ്ടാവും, വാട്സാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഉണ്ടാവും. ഏതൊരു വെബ്സൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ് ഉണ്ടാവും. എന്തിന്റെ IP അഡ്രസ് ആണ്, ആ വെബ്സൈറ്റിന്റെ ഒരു സെർവറിന്റെ IP അഡ്രസ്. അപ്പൊ എന്ത് ചെയ്യും, youtube.com എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് DNS ൽ ചെക്ക് ചെയ്യും, യൂട്യൂബിന്റെ IP അഡ്രസ് എന്താ ചെക്ക് ചെയ്യും. ഈ IP അഡ്രസ് നേരെ അതിന്റെ സെർവറിലേക്ക് പാസ് ചെയ്യും IP അഡ്രസ് വഴി. അപ്പൊ അതിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം, DNS കേട്ടോ. നെക്സ്റ്റ് പ്രോട്ടോകോൾസ് ആണ് SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ, MIME, അതായത് മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ. MIME പ്രോട്ടോകോൾസ്. ഇത് MIME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് നോൺ ആസ്കി, ഇമേജ്, ഓഡിയോ, വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് MIME യൂസ് ചെയ്യുന്നത്. ഓക്കെ, POP എന്ന് പറഞ്ഞാൽ അറിയാം, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. IMAP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഇതൊക്കെ ഈ പോപ്പും IMAP ഒക്കെ എന്താണ്, ഒരു മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഓരോ പ്രോട്ടോകോളിലും ഓരോ സ്പെസിഫിക് പോർട്ട് അഡ്രസ് ഉണ്ടായിരുന്നു അല്ലെ. ഈ പോർട്ട് അഡ്രസ്സിനെയാണ് നമ്മൾ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ FTPയുടെ, അപ്പൊ ഈ പോർട്ട് നമ്പർ നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് പോവാം. കുറച്ച് പോർട്ട് നമ്പറിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. FTPന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് നമ്പർ ആണ് 21, ടെൽനെറ്റ് 23. ടെൽനെറ്റിന് T ആലോചിച്ചാൽ മതി, ആൻഡ് 23. ഓക്കെ, നെക്സ്റ്റ് SMTP. ടെൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, റിമോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിമോട്ട് ലോഗിൻ
എന്താണ് ഈ റിമോട്ട് ലോഗിൻ? റിമോട്ട് ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കോളേജിന്റെ സിസ്റ്റം ലാബ് ഉണ്ട്. ആ ലാബിൽ ഓരോരുത്തർക്കും ഓരോ സിസ്റ്റം ആണ് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന സിസ്റ്റം വേറെ ആരും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ലാബിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടെൽനെറ്റ് ലോഗിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പോയിട്ടും ആ ലാബിലുള്ള കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ലാബിൽ എന്താണോ ചെയ്യുന്നത്, അതിൽ എവിടേക്കാണോ സ്റ്റോർ ചെയ്യുന്നത്, അത് ഈ ടെൽനെറ്റ് വഴി റിമോട്ട് ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നാലും അവിടേക്ക് എത്തിക്കാൻ പറ്റും. അതൊരു കൺസോൾ ആണ്. അപ്പൊ ആ കൺസോളിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ഇത് റിമോട്ട് ലോഗിൻ. റിമോട്ട് ലോഗിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ്. ആൻഡ് അതിന്റെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 23 ആണ്. SMTP മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെ 25 ആണ് പോർട്ട് നമ്പർ. HTTP വെബ് ബ്രൗസിംഗിന് വേണ്ടിയിട്ട് 80 ആണ് പ്രോട്ടോകോൾ. ആൻഡ് POP എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ 110 ആണ്, 110. ആൻഡ് HTTPS എന്ന് പറഞ്ഞാൽ സെക്യൂർ HTTP ആണ് അല്ലെ 443 ആണ് പോർട്ട് നമ്പർ. അപ്പൊ പോർട്ട് നമ്പർ കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൽ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സിലബസിൽ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ